എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ലച്ചുവിനെ കൂട്ടി ജാനകി അഭിയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവർ അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് സുമംഗല മുത്തശ്ശി പറന്നു വരുന്ന അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല ഇവളെയും കൂടെ കൊണ്ട് നിങ്ങൾ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, അത് എന്ത് ചോദ്യാ മുത്തശ്ശി? ലച്ചുവിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയാ. ലച്ചുവിനെ കൂട്ടിക്കൊണ്ട് വന്നാണ് ഇവള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളെ എവിടുന്നാ കൊണ്ടുവന്ന അവിടെ ഇവിടെ കൊണ്ടേ വിട്ടണം. ഈ വീട്ടിൽ ഇവിടെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല മുത്തശ്ശി. ഇതേ എന്റെ കൂടെ വന്നാ ഇവള്, എന്റെയും ജാനകിയുടെയും കൂടെ വന്നാ ഞങ്ങൾ എവിടെ നിൽക്കുന്നോ അവൾ ഇവിടെ നിൽക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ലച്ചുവിന്റെ മുഖം ആകെപ്പെടാ വല്ലാതെയപ്പേ. ലച്ചുവിനോട് വെച്ചു, നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നേ? ഇവരുടെ ധൈര്യത്തിലാണോ? ഇവരെ കണ്ടോണ്ടാണോ? ഇവർക്ക് പോലും ഇവിടെ ഒരു നിക്കിക്കളിയില്ല. എന്നിട്ടാണ് അവൾ വലിയ ആളും കളിച്ച് ഇവരുടെ കൂടെ കയറി വന്നിരിക്കുന്നത്. ഇറങ്ങിപ്പോക്കണം അസത്തേന്നും പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ പിടിച്ചങ്ങ് തള്ളാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ജാനകി ലച്ചുവിനെ പെട്ടെന്ന് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അതെ ലച്ചുമോളെ മുത്തശ്ശി തൊടണ്ടാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുമംഗല മുത്തശ്ശി പറഞ്ഞു, അതെന്താടി അങ്ങനെ പറഞ്ഞു നീ? അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, ലച്ചു നിങ്ങക്ക് ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. ലച്ചു ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയാം. അല്ലെങ്കിലും ലച്ചുവിനെ മുത്തശ്ശി എന്തിനാ ഇറക്കി വിടുന്ന എന്താ കാര്യം ഇരിക്കണമെന്ന് ചോദിക്കുക. അത് ഞാൻ തീരുമാനിക്കും എന്താന്ന്. ഒരു നിമിഷം പോലും ഇവിടെ നിർത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാ. ഇത് കേട്ടതും അഭി പറഞ്ഞു, അതെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ നിൽക്കും. നിനക്ക് അതിന് എന്താ അധികാരമാണ് ഇവിടെ ഉള്ളത് ഈ വീട്ടിൽ നിൽക്കാനെന്ന് ചോദിക്കുക. മുത്തശ്ശിക്ക് അറിയാലോ എനിക്ക് എന്താ അധികാരം അവകാശമൊക്കെ ഉള്ളതെന്ന്. അപ്പൊ അതുപോലെ തന്നെ ലച്ചുവിനും ഉണ്ട്. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ലച്ചു എന്നോടൊപ്പം ഇവിടെ നിൽക്കുമെന്ന് പറയാം. ഇത് കേട്ട് കഴിയുമ്പോൾ സുമംഗല മുത്തശ്ശി കണ്ട് ഇഷ്ടപ്പെട്ടില്ല. നീ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഒക്കത്തിന് എന്നൊക്കെ പറയണം. അല്ലേലും അതങ്ങനെയാണല്ലോ. സൂര്യനെ പറഞ്ഞു മയക്കി ഉള്ളതെല്ലാം തട്ടിയെടുത്തിട്ട് രണ്ടെണ്ണം കൂടെ വന്ന് നിൽക്കുന്നു. ഇപ്പൊ ഒരുത്തിനെ കൂടെ വിളിച്ചു കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇനി ബാക്കി സ്വത്തും കൂടെ തട്ടിയെടുക്കാനായിട്ട് എന്നൊക്കെ സുമംഗല മുത്തശ്ശി വിളിച്ചു പറയണം. അപ്പോഴേക്കാണ് അമൃത അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അമൃതനെ കണ്ട് സുമംഗല മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ല മോളെ, ദേ ഒരുത്തിനെ കൂടെ കൂട്ടി വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ലച്ചുവാണ് പോലും. അതല്ലല്ലോ അങ്ങനെയാണല്ലോ, വഴിയെ പോകുന്ന അനാഥ പിള്ളേർക്കെല്ലാം കയറി താമസിക്കാനുള്ള ഇടവാണല്ലോ ഇത്. അങ്ങനെയാണല്ലോ ഒരുത്തി ഈ വീട്ടിലേക്ക് ആദ്യം കയറി വന്നേ. ഇപ്പോഴാണ്ട് അടുത്ത അവളെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയിരിക്കുന്നു പറയണം. ഇത് കേട്ടപ്പോൾ അമൃത പറഞ്ഞു, അല്ല ഇതെന്താ ജാനി എടുത്തത്? ഇതാരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു, ഇത് ലച്ചു. ഇനി ലച്ചു ഇവിടെ താമസിക്കാൻ പോണെന്ന് പറയാ. അത് ഇപ്പം ജാനി അടുത്ത് അഭയണം മാത്രം തീരുമാനിച്ചാൽ മതിയോ? ബാക്കി എല്ലാരും കൂടെ തീരുമാനിക്കണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സുമംഗല മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ, അങ്ങനെ അങ്ങ് ചോദിക്കും നീ. നിങ്ങൾ ഇവിടുത്തെ മക്കളാണല്ലോ, നീയൊക്കെ ഇവിടുത്തെ മക്കളാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല നിനക്കൊക്കെ എന്തേലും വില ഈ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാം. അമൃത പറഞ്ഞു, അത് ശരിയാ മുത്തശ്ശി പറഞ്ഞേ. അല്ലെങ്കിലും ആൾക്കാരെ മയക്കെടുക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. എല്ലാവരുടെ മുന്നിൽ അങ്ങോട്ട് അഭിനയം കാഴ്ച വെച്ചിട്ട് ഉള്ളതെല്ലാം തട്ടിയെടുത്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത വീട്ടില് പെരുമാറുന്ന കണ്ടില്ലേ? ആരെങ്കിലും ചെയ്യുന്ന പണിയാണത്. ഇത്രമാത്രം സ്വത്തിനോടും പണത്തിനോടുള്ള ആക്രാന്തമുള്ളത് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് അഭിയും ജാനകി ഒരു നിമിഷം ഞെട്ടിപ്പോയി. വേറെ ആരുമല്ല പറയുന്ന, അമൃതയെ പറയുന്നേ. അമൃത ഇങ്ങനെ പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പെട്ടെന്ന് അഭി, അമൃത നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു ശരി തന്നെയല്ലേ? ഏട്ടനും ഏട്ടത്തെയും കൂടെ എല്ലാം അറിഞ്ഞോണ്ടല്ലേ അച്ഛനുമായിട്ട് കൂടിച്ചേർന്ന് ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്തേ? അല്ല നീക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് അത് എഴുതിത്തരാൻ മാത്രം എന്താ ഇരിക്കണേ? അപ്പൊ ഞങ്ങൾ അറിയാതെ എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലേന്ന് ചോദിക്കണം. അപ്പോഴേക്കും അങ്ങോട്ട് അപർണ വരുവാണ്. ആഹാ വന്നല്ലോ, ഇനിയിപ്പൊ അടുത്ത നാടകത്തിനായിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നു പറയാണ്. ഇനി ബാക്കി ഈ വീടൊക്കെ എഴുതി വാങ്ങിക്കണല്ലോ, അതിന് വേണ്ടിട്ട് ഇനിയിപ്പൊ എന്തായിരിക്കോ ഇനിയിപ്പൊ അടുത്ത നാടകം എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സുമംഗല പറഞ്ഞു, ഇനി നാടകം ഞാൻ കളിപ്പിക്കുന്നുണ്ട്. സൂര്യയും കൂടെ ഇറങ്ങി വരട്ടെ, ഞാൻ എല്ലാത്തിനെയും കൂടെ ഞാൻ ഉത്തരം പറയിപ്പിച്ചിട്ടുള്ളൂ എന്നൊക്കെ സുമംഗല മുത്തശ്ശി അവിടെ കിടന്ന് ചീറുവാണ്. സുമംഗല മുത്തശ്ശി പറഞ്ഞു, എന്താണല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളെ ഈ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അബി പറഞ്ഞു, അതിന് മുത്തശ്ശിയുടെ സമ്മതമൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അബി ലച്ചുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു, അങ്ങനെ അവിടെ പോകാൻ പറ്റേ, സൂര്യ ഇങ്ങോട്ട് വരട്ടെ, സൂര്യ വന്നിട്ട് തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. പിന്നീട് അമൃതയോട് പറഞ്ഞു, പോയി നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയണം. അപ്പോഴേക്കും സൂര്യനാരായണൻ അങ്ങോട്ട് ഇറങ്ങി വരണം. എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കാം. ഇങ്ങോട്ട് ഇറങ്ങി വാ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു പറയണം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ വഴിയിൽ കൂടെ പോയി എല്ലാവർക്കും കയറി കിടക്കാണ്ട് ഇതന്നെ പോലെ സത്രമാണോ സൂര്യ എന്ന് ചോദിക്കാം. ഇപ്പൊ അമ്മയ്ക്ക് എന്താ പ്രശ്നം? ദേ ഒരുത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ലച്ചു ആരാന്ന് നിനക്ക് അറിയായിരിക്കും, ശ്രീദേവിയുടെ കൊച്ചുമോള്. പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമല്ലോ. ദേ അവളെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സൂര്യനാരായണൻ പറഞ്ഞു, ലച്ചു ഇവിടെ താമസിക്കുന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തുകളിയായിരുന്നല്ലേ അമ്മേ? അമ്മയ്ക്ക് എന്താ അമ്മേ ഈ പ്രായമായ സമയത്ത്
ലച്ചു ഇവിടെ താമസിച്ചെന്നോർത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം. അതെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞേ. അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോ പോലും ഞാൻ അവളെ കാണാൻ പോകാൻ കൂട്ടാക്കതാ. പിന്നെയാണ് ഇതേ അവിടുത്തെ ഈ അസുര വിത്തിനെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. ഇത് കേട്ട് സൂര്യനാരായണൻ പറഞ്ഞു, ലച്ചു അങ്ങോട്ടും പാവം പോകുന്നില്ല. ജാനകി, നീ ലച്ചുവിനെ വിളിച്ച് അകത്തേക്ക് ഒരു പാവം പറയാണ്. ഇതിൽ അടിയൊരു സുമംഗലയ്ക്ക് കിട്ടാനില്ലായിരുന്നു. സുമംഗല പറഞ്ഞു, ഓഹോ, അപ്പൊ നിന്റെ തീരുമാനമൊക്കെ ഇവിടെ വിലയുള്ളൂ, ബാക്കി എല്ലാവരും വെറുതെ കാഴ്ചക്കാര് മാത്ര. അല്ലേലും അത് അങ്ങനെയാ, ഞാക്കും മനസ്സിലായടാ. അല്ല, നിന്നോട് രണ്ട് വർത്താനം പറയാണ്ടിരിക്കുമായിരുന്നു. നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? അല്ല, നിനക്ക് മക്കള് ഈ അഭി മാത്രം, മക്കള് 3-4 പേരില്ലേ, എന്നിട്ട് ഈ അഭിനെ മാത്രം നീ കണ്ടുള്ളൂ എന്ന് ചോദിക്കുക. നീ എന്തിന്റെ അടിസ്ഥാനത്തിലാടാ അവന് മാത്രമായിട്ട് 3-4 റിസോർട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടേ? അത് സ്വന്തം ഭാര്യയോട് പോലും പറയാതെ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് സൂര്യ ഒന്നും മിണ്ടിയില്ല. സത്യം പറയടാ, എന്തിനു വേണ്ടി അത് ചെയ്തേന്ന് ചോദിക്കുക. അവനും അവളും കൂടെ നിനക്ക് മിക്കവാറും കൈവേഷം തന്നിട്ടുണ്ടായിരിക്കും, അങ്ങനെ നിന്നെ മയക്കെടുത്തായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും സൂര്യനാരായണൻ പറഞ്ഞു, അമ്മേ, അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാം. എടാ, അനാവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് സത്യം പറ, നീ എന്തിനാ അവരുടെ പേര് മാത്രം ഇത് വാങ്ങിച്ചെടുത്തേന്ന് ചോദിക്കണം. അപ്പോഴേക്കും അമലൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അമല പറഞ്ഞു, മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ? മുത്തശ്ശി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടെന്ന് ചോദിക്കാം. അതെ, എന്റെ നാവടപ്പിക്കാനാണല്ലോ നിനക്ക് ധൃതി. ഈ സമയം അപർണ പറഞ്ഞു, അമലെ, മുത്തശ്ശി ചോദിച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? മുത്തശ്ശി ചോദിക്കട്ടെ, എല്ലാവർക്കും അറിയേണ്ട കാര്യമില്ലേ? ഇവിടെ ബാക്കി മക്കളുടെ പേരിലൊന്നും ഒന്നും മേടിച്ചിട്ടില്ല അച്ഛൻ സ്വന്തമായിട്ട്. പക്ഷേങ്കിൽ ഇവരുടെ പേര് മാത്രം സ്വന്തമായിട്ട് മേടിച്ചിട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് പറയണം. അപ്പത്തേനും അജയ് അങ്ങോട്ട് വന്നു. അജയൊക്കെ കട്ടക്കലിപ്പിലാണ്. അജയ്ക്ക് അല്ലേ തന്നെ അബിയോട് ദേഷ്യമാണ്. എങ്ങനെ ഈ വീട്ടിലെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാന്ന് ഓർത്തോണ്ടാണ് അജയ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ അറിയുന്നത്. ഇതോടെ അറിഞ്ഞു കഴിഞ്ഞപ്പോ സമനില തെറ്റിയ പോലെ അജയ്. പക്ഷെ നിരഞ്ജനയ്ക്ക് ഒരു കുഴപ്പമില്ല. നിരഞ്ജനയ്ക്കാണെങ്കിൽ സ്വത്തിന്റെ കാര്യത്തിൽ അധികം താല്പര്യമില്ല. ജാനകിയോടൊപ്പമാണ് നിരഞ്ജന നിൽക്കുള്ളൂ. കാരണം ജാനകിയുടെ അഭിയേട്ടന് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലാവുകയും ചെയ്തായിരുന്നു. അവരറിയാതെയാണ് അച്ഛൻ അവരുടെ പേരിലേക്ക് ഇത് രജിസ്റ്റർ ആക്കിയേക്കുന്നുള്ളത്. അതുകൊണ്ട് നിരഞ്ജനയ്ക്ക് അതിനകത്ത് വലിയ ഇതൊന്നും തോന്നിയില്ല. പക്ഷെ അജയ് എങ്ങനെയായിരുന്നില്ല. അജയ് വന്നിട്ട് പറഞ്ഞു, അതെ, അച്ഛന് ഞങ്ങളൊക്കെ മക്കളല്ലേ, എന്നിട്ട് അച്ഛൻ ഒരാളുടെ പേര് മാത്രം ഇത് എഴുതി വെച്ച് എന്താ ഞങ്ങൾക്ക് അറിയണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു, ഇതിനുള്ള ഉത്തരം എനിക്കിപ്പോ തരാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ വരട്ടെ, ഞങ്ങൾക്ക് ഇതിന്റെ കാരണസഹിതം അറിയണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അളകാപുരി വീതിക്ക് എല്ലാവർക്കും ഉള്ള വീതം അങ്ങോട്ട് കൊടുക്കാൻ പറയാ. ഇത് കേട്ടപ്പോ സൂര്യനാരായണൻ ഒരു നിമിഷം ഞെട്ടി. നീ എന്താടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അമലോട്, ആ ചേട്ടൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം. എടാ, നിനക്ക് വേണമെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേണം. എനിക്കിനി നാണക്കേട് സഹിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും മക്കളുണ്ടായിട്ട് ഒരാളുടെ പേര് മാത്രം അച്ഛൻ ഇങ്ങനെ മേടിച്ച് ഒരിക്കലും ശരിയായ കാര്യമല്ല. അത് എന്തിനാന്ന് ഒന്നെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയണം, അല്ലെങ്കിൽ ബാക്കി സ്വത്തുകൾ വീതം വെച്ച് എല്ലാവർക്കും പേരും കൊടുക്കണമെന്ന് പറയാം. സൂര്യനാരായണൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ ഞാനൊന്നും വീതം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് സൂര്യനാരായണൻ അകത്തേക്ക് ഇങ്ങോട്ട് കയറി പോവാണ്. മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ, അവന് ഉത്തരം പറയാനില്ല. കണ്ടോ, അവനും അവളും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് അവനെ മയക്കി വെച്ചിരിക്കുക. എന്നിട്ട് പോകുന്ന പോക്ക് കണ്ടില്ല എന്നൊക്കെ പറയണം. അപർണ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അച്ഛനെ കൊണ്ട് തന്നെ സത്യം പറയിക്കണം. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അത് അച്ഛൻ മറച്ചു വെക്കുക. അതെന്താന്ന് അറിയണോന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സുമംഗല പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കത്തിന്. അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് സുമംഗലയും കൂടെ കയറി പോവാണ്. ഈ സമയം പ്രഭാവതി മുറി വിഷമിച്ചിരിക്കുക. അപ്പൊ അമൃത വന്നിട്ട് പറഞ്ഞു, അവര് വന്നിട്ടുണ്ട്, അഭിയും ജാനിയും കൂടെ ഒരു പെൺകൊച്ചും കൂടെ ഉണ്ട്, ലച്ചു എന്നാ മറ്റേ പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ടതും പ്രഭാവതി ഒന്നും മിണ്ടിയില്ല. അമ്മ എന്താ അമ്മ ഒന്നും മിണ്ടായിരിക്കണമെന്ന് ചോദിക്കാം. അമൃതേ, നീ ഒന്ന് പോകുന്നുണ്ട്, എനിക്കൊരു സമാധാനം വേണമെന്ന് പറയാം. അമ്മ ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. അമ്മ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്ക്, ഞങ്ങൾ ആരും മക്കളല്ലേന്ന്. ഒരാൾക്ക് മാത്രമായിട്ട് ഇതെല്ലാം വീതം വെച്ചു കൊടുക്കാൻ ഇതെന്താ? പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ താമസിക്കുന്നേ? ഞങ്ങളോടോ അല്ലെങ്കിൽ എന്തിനാ പറയുന്നു? അമ്മയോട് പോലും ഒരു വാക്ക് പറഞ്ഞല്ലോ. അപ്പൊ അതാണ് അമ്മയുടെ ദേഷ്യത്തിനും പരിഭവത്തിനും കാരണമല്ലേ? അമ്മ ചെന്ന് ചോദിക്കാമേ. അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. സൂര്യപ്രഭ ഓർഗനൈസേഷൻ അല്ലേ പറയണേ. അപ്പൊ സൂര്യയുടെ കൂടെ പ്രഭാവതി ഉണ്ടെങ്കിൽ അമ്മയും കൂടെ അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. അല്ലാതെ അമ്മ മുറി കയറി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാണ്. അങ്ങനെ പ്രഭാവതിനെ ചാട്ടേ കയറ്റുകയാണ്. പ്രഭാവതി രണ്ടും കൽപ്പിച്ച് നേരെ സൂര്യനാരായണന്റെ മുറിയിലേക്ക് പോവാ. ഇന്ന് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇനിയിപ്പോ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അറിയണം. തന്നോട് പോലും പറയാതെ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയണം എന്നുള്ള തീരുമാനത്തിൽ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.